നമസ്കാരം, ഞാൻ എബി വിജയ്. നട്സ് ആൻഡ് ബോൾസ് ഓട്ടോമോട്ടീവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2016 മുതൽ നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ നിറഞ്ഞ സാന്നിധ്യം അറിയിച്ച ഒരു വാഹനമാണ് ഞാനിന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന മാരുതി സുസുക്കി ബ്രസ. ബ്രസയുടെ ചരിത്രം നോക്കുവാണെങ്കിൽ 2014 ഇറങ്ങുന്ന ബ്രസയ 3 ഫേസ് ലിഫ്റ്റ് വേരിയന്റിലാണ് ആ വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതിൽ വ്യത്യാസം വന്നിരിക്കുന്ന ആ ഒരു ഡിസൈൻ ലാംഗ്വേജിലും അതുപോലെ തന്നെ കുറെ ഫീച്ചേഴ്സിലുമുള്ള വ്യത്യാസങ്ങളാണ് 2022 മാറ്റിയിരിക്കുന്നത്. 2016 ഇറങ്ങുന്ന ബ്രസയ്ക്ക് പൂർണ്ണമായിട്ടും ഡീസൽ എഞ്ചിൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് മാരുതിക്കും അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഫിയറ്റിലും വരുന്ന 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിനും ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ച് പെട്രോൾ എഞ്ചിൻ മാത്രമാണ് ബ്രസയിൽ വരുന്നത്. ഈ വാഹനത്തിന് നമ്മൾ ഇവിടെ കാണുന്നത് K15 സീരീസിൽ വരുന്ന പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇതിന് ഹൈബ്രിഡ് ടെക്നോളജിയുടെ വരുന്നൊരു മോഡലാണ്. ടെക്നോളജി വരുന്നതോടുകൂടി തന്നെ വണ്ടിക്ക് നല്ല രീതിയിലുള്ള മൈലേജിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കാണുന്ന പുതിയ മോഡൽ, അതായത് ഈ 2023 ലാസ്റ്റ് തൊട്ട് ബ്രസയിൽ വേറൊരു മാറ്റം കൂടെ വന്നിട്ടുണ്ട്. CNG എന്ന് പറഞ്ഞൊരു വേരിയന്റ് കൂടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് ആണ് ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. 2022 മുമ്പ് ഇറങ്ങുന്ന ബ്രസയിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ശരിക്കും നമ്മുടെ ഈ കാണുന്ന 2022 ശേഷമുള്ള ആ ഒരു ബ്രസയിൽ മാരുതി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സൺറൂഫ്, പിന്നെ അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ കാണുന്ന ബ്രസയില് ഒരു 1.5 ലിറ്റർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. അതിന്റെ പവർ വരുന്നത് 103 bhp അറ്റ് 6000 RPM 136 Nm ടോർക്ക് അറ്റ് 4400 RPM ആണ് വരുന്നത്. അതേസമയം CNGയിലേക്ക് വരുമ്പോൾ ഈ വാഹനത്തിന്റെ പവർ കുറയുന്നത് 87 bhp കുറയുകയും അതുപോലെ തന്നെ ടോർക്ക് 127 Nm കുറയുകയും ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിന് വരുന്നത് ഒരു ഡ്യുവൽ ജെറ്റ് VVT ടെക്നോളജിയിൽ വരുന്ന ഒരു എഞ്ചിനാണ്. ഈ വാഹനത്തിന് 4 വേരിയന്റുകളാണ് വരുന്നത്. അതായത് LXI, VXI, ZXI, ZXI പ്ലസ്. അതിൽ ഈ വാഹനത്തിന് ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കില് നല്ല രീതിയിലുള്ള ഒരു ടോർക്ക് കൺവേർട്ടർ വരുന്ന 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ബേസ് വേരിയന്റ് തൊട്ടില്ല, അത് VXI എന്ന് പറഞ്ഞ വേരിയന്റ് തൊട്ടാണ് വരുന്നത്. VXI, ZXI, ZXI പ്ലസ്. ഓട്ടോമാറ്റിക് വേരിയന്റിന് വേറെ പ്രത്യേകത ഉണ്ട്. ഓട്ടോമാറ്റിക്കിനാണ് ശരിക്കും ഈ വാഹനത്തിന് ഹൈബ്രിഡ് സിസ്റ്റം ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഹൈബ്രിഡ് സിസ്റ്റം വരുന്നത് മാനുവൽ എഞ്ചിനിൽ ആകപ്പാടെ ZXIലും ZXI പ്ലസിലും മാത്രമാണ് മാനുവലിന് ഹൈബ്രിഡ് സിസ്റ്റം വരുന്നത്. ഈ വാഹനത്തിന്റെ വേരിയന്റുകൾ പറഞ്ഞതുപോലെ വൈഡ് റേഞ്ച് ഓഫ് വേരിയന്റുകൾ പോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റി മൈലേജുകളാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഈ വാഹനത്തിന്റെ ഒരു കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നിലവിലെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് 1 നമ്മുടെ ഹുണ്ടായുടെ വെന്യൂ ആണ്, 2 കിയയുടെ സോണറ്റ്, 3 റെനോൾട്ട് കൈഗറ, 4 നിസാന്റെ മാഗ്നൈറ്റ്, 5 ടാറ്റ നെക്സോൺ. ഇതില് നിസാൻ മാഗ്നൈറ്റും കൈഗറും ഇതിനൊരു കോമ്പറ്റീറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഇരുന്നാലും ബാക്കിയുള്ള 3 പേരും ഇതിന് ഒരു കോമ്പറ്റീറ്റർ തന്നെയാണ്. ഇനി നമുക്ക് ബ്രസയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെങ്ത്, ബ്രെഡ്ത്ത്, വിഡ്ത്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഈ വാഹനത്തിന്റെ ലെങ്ത് വരുന്നത് 3995 മില്ലിമീറ്റർ ആണ് വരുന്നത്. വിഡ്ത്ത് വരുന്നത് 1790 മില്ലിമീറ്റർ ആണ്. ഹൈറ്റ് വരുന്നത് 1685 മില്ലിമീറ്റർ ആണ് വരുന്നത്. വീൽ ബേസ് വരുന്നത് 2500 മില്ലിമീറ്റർ ആണ് വീൽ ബേസ് വരുന്നത്. ഈ വാഹനത്തിന്റെ ഓവറോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 195 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ വാഹനത്തിന്റെ ടേണിംഗ് റേഡിയസ് വരുന്നത് 5.2 മീറ്റേഴ്സ് ആണ്. ബൂട്ട് സ്പേസ് വരുന്നത് ഈ വാഹനത്തിന്റെ 328 മീറ്റർ ആണ്. ഇനി നമ്മുടെ ഇന്നിവിടെ കാണുന്ന ബ്രസ എന്ന് പറയുന്നത് ശരിക്കും ഒരു ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. ZXI പ്ലസ് ആണ്, മാനുവൽ ആണ് വണ്ടി. അപ്പോൾ ഇതിന്റെ റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്ന ഒരു ഡ്യുവൽ ടോൺ വേരിയന്റ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. വാഹനത്തിന്റെ ഗ്ലാസ് ഏരിയയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ തന്നെയാണ് വരുന്നത്. ഒരു ചെറിയ സ്ലാൻഡിങ്ങോട് കൂടിയ ഒരു ഗ്ലാസ് ഏരിയ ആണ്. നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റിയാണ് നമുക്ക് അകത്തിരിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത്യാവശ്യം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു വൈപ്പർ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വാഷർ ജെറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഒരുവിധം, അതായത് ഞാനിപ്പോൾ നിൽക്കുമ്പോൾ എൻ്റെ പകുതിയോളം വരുന്ന പൊക്കത്തിലാണ് ഇതിന്റെ ആ ഒരു ബോണറ്റ് ലൈനിന്റെ ആ ഒരു സ്ട്രെച്ച് വരുന്നത്. അതും ഒരു അല്പം ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ബോണറ്റ് ലൈൻ വരുന്നത്. അതിന്റെ ബൾജസും പവർ ബൾജസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ നമ്മൾ കണ്ടിരിക്കുന്ന ഫ്രണ്ടിൽ വന്ന് എൻഡ് ചെയ്യുന്ന രീതിയിലല്ലേ, ഇതിങ്ങനെ വന്ന് കറങ്ങി പോകുന്ന രീതിയിലാണ് അതിന്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് വന്നിരിക്കുന്നത്.
താഴേക്ക് വരുമ്പോൾ ഒരു ക്രോമും പിന്നെ അതിൽ ഗൺമെറ്റലും ആയിട്ടുള്ള ഒരു ഫിനിഷ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന രീതിയിലാണ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന ഒരു ക്രോം എലമെന്റ് ആണ്. ഇതൊരു ഗൺമെറ്റൽ പീസാണ്. അതിൽ സെൻട്രലായിട്ട് വലിയ രീതിയിൽ ക്രോമിലുള്ള ഒരു സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റ്സ് വരുന്നത് ഡ്യുവൽ പ്രൊജക്ടർ വരുന്ന ഒരു LED ഹെഡ് ആണ് വരുന്നത്. അതിൽ DRLs കൊണ്ട് നല്ല രീതിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത്. അതിൽ ഒരു ചെറിയൊരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ടോപ്പ് ആൻഡ് മോഡൽ, അതായത് ZXi പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു LED ഫോഗ് ലാമ്പ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ആക്സസറീസ് ഉണ്ട് കേട്ടോ. കാര്യം എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് നമുക്ക് ഇതിനെ ടോപ്പ് എൻഡിലോട്ട്, അതായത് ഒരു ബേസ് വേരിയന്റ് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടോപ്പ് എൻഡിലേക്ക് കൊണ്ടുവരുന്ന ആക്സസറീസ് എല്ലാം മാരുതി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം വലിയൊരു എയർ ഡാം ഏരിയയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് മേളിലും ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ വലിയൊരു എയർ ഡാമാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഫിനിഷിലാണ് അതിന്റെ ആ ഒരു എയർ ഡാമിന്റെ സെറ്റപ്പ് വരുന്നത്. അതിന്റെ താഴേക്ക് വരുമ്പോൾ ഒരു സിൽവർ ഫിനിഷിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റിന്റെ കൂടെ വരുന്നുണ്ട്. ആ ഒരു എന്താണ് ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു പ്ലാസ്റ്റിക് എലമെന്റ് എന്ന് പറഞ്ഞത് വെഹിക്കിളിന്റെ ചുറ്റും ആ ഒരു ക്ലാഡിംഗ് സെറ്റപ്പ് നമുക്കത് കൊണ്ടുവരുന്നുണ്ട്. ഇനി സൈഡിലേക്ക് പോകുമ്പോൾ ആ ഫ്രണ്ടിൽ കണ്ട ക്ലാഡിങ്ങിന്റെ അതേ തുടർച്ചയായിട്ട് നമുക്ക് സൈഡിലേക്കും കയറുന്നുണ്ട്. അത് ഒരല്പം കൂടുതലായിട്ട് നമ്മുടെ ഡോറിന്റെ ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അത് കയറി വരുന്നുണ്ട്. അത് ആ ഡിസൈൻ ലാംഗ്വേജിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് സൈഡിൽ നിന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അത്യാവശ്യമുള്ള കട്ട്സ് ആൻഡ് ക്രീസസ് കൊടുത്ത് സൈഡ് ഒരല്പം നീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ പോലെ തോന്നുമെങ്കിൽ അത് അങ്ങനെയല്ല. ഒരല്പം കട്ട്സ് ആൻഡ് ക്രീസസ് കൊടുത്തിട്ട് അല്പം നീറ്റ് ആക്കിയിട്ടുണ്ട് വെഹിക്കിളിന്റെ സൈഡ് കാണാനായിട്ട്. അതിൽ ബാക്കിലത്തെ ഡോറിന്റെ ഈ ഒരു ഭാഗമൊക്കെ വരുന്ന ആ ഒരു ക്വാർട്ടർ ഏരിയയിലോട്ട് കയറി നിൽക്കുന്ന ആ ഒരു ഭാഗം ഒരല്പം ബൾജസ് ഒക്കെ കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ വെഹിക്കിളിന് നോർമലി ഉള്ള ഡോർ ഹാൻഡിൽസ് തന്നെയാണ് വരുന്നത്. ഇതിന് ക്രോം ഫിനിഷ് വരുന്നില്ല. റിക്യൂ സെൻസർ ടോപ്പ് ആൻഡ് മോഡൽ വരുന്നുണ്ട്. അത് ZXiലും ZXi പ്ലസിലും വരുന്നുണ്ട്. ഈ വാഹനത്തിന് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് അലോയ് വീലാണ് വരുന്നത്. അതൊരു ഡ്യുവൽ ടച്ചിലുള്ള ഒരു അലോയ് വീലാണ് വരുന്നത്. ഡയമണ്ട് കട്ട് എന്നൊക്കെ പറയാം. അതുപോലത്തെ രീതിയിലാണ് ഒരു അലോയ് വീൽ വരുന്നത്. അതിന് 215/60/16 സെക്ഷനിലുള്ള ഒരു ടയറാണ് ആ ഒരു വാഹനത്തിന് വരുന്നത്. ഇത് ZXi പ്ലസ് എന്നുള്ള വേരിയന്റ് ആണല്ലോ. ഇതിന് ZXi എന്ന് പറഞ്ഞ വേരിയന്റിലും ഈ പറഞ്ഞ പോലെ അലോയ് വീലാണ് വരുന്നത്. പക്ഷെ അതൊരു ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു അലോയ് വീലാണ് വരുന്നത്. മേളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ആവറേജ് ആയിട്ടുള്ള ഒരു വിൻഡോ ലൈൻ, ഒരു അല്പം താഴ്ന്ന ഒരു വിൻഡോ ലൈൻ തന്നെയാണ് വരുന്നത്. എന്നാൽ തീരെ താഴ്ന്നു എന്ന് പറയാനൊക്കത്തില്ല. ഒരു നോർമലി ഉള്ള ഒരു വിൻഡോ ലൈനാണ് വരുന്നത്. വലിയൊരു ക്രാംഡ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് അകത്ത് തോന്നത്തില്ല. ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ക്വാർട്ടർ ഏരിയ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്വാർട്ടർ ഗ്ലാസ്, അത്യാവശ്യം വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് അല്പം കൂടെ നമുക്ക് അകത്ത് ഇന്റീരിയറിലേക്ക് ഒരു എയറി ഫീൽ അല്ലെങ്കിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ റിയർ വ്യൂ മിററിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അതിൽ താഴെയായിട്ട് 360 ഡിഗ്രിയുടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് തന്നെ റിയർ വ്യൂവിന്റെ കവേഴ്സ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ആയിട്ടാണ് വരുന്നത്. വാഹനം ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് തന്നെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഒരു ബ്ലാക്ക് ആൻഡ് ആയിട്ടുള്ള ഒരു റൂഫാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. സിൽവർ ഫിനിഷിലുള്ള ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒരു SUV സ്റ്റാൻഡ്സ് നമുക്ക് ആ ഒരു ഡ്രസ്സൊക്കെ കിട്ടുന്നുണ്ട്, ആ ഒരു വെഹിക്കിളിന് കിട്ടുന്നുണ്ട്. ടോപ്പിലേക്ക് പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിന് നമുക്ക് സൺറൂഫ് കൂടി വരുന്നുണ്ട്. അതായത് പുതിയ അപ്ഡേറ്റഡ് 2022 ഇറങ്ങിയതിന് ശേഷം ഡ്രസ്സൊക്കെ ZXi അതുപോലെ തന്നെ ZXi പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിൽ സൺറൂഫ് കൂടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷാർപ്പിൻ തന്നെയാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ഒരു സ്പോയിലർ സെറ്റപ്പിലായിട്ട് നമുക്ക് ബാക്കിൽ ഈ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതൊരു ബ്ലാക്ക് ആൻഡ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡ്യുവൽ ടോൺ വാഹനം ആയതുകൊണ്ട് നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് ആയിട്ടുള്ള ഫീലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെൻട്രലായിട്ട്, അതായത് സ്പോയിലറിന്റെ സെൻട്രലായിട്ടാണ് ഈ പറഞ്ഞ നമ്മുടെ സ്റ്റോപ്പ് ലാമ്പ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു ഗ്ലാസ് ഏരിയയാണ് ഈ ബാക്കിലത്തെ റിയർ ഗ്ലാസ് ഏരിയ വരുന്നത്. അതിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഡിഫോഗേഴ്സും അതുപോലെ തന്നെ റിയർ വൈപ്പറും കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാഷർ വരുന്നത് നമ്മുടെ ഈ പറഞ്ഞ സ്റ്റോപ്പ് ലാമ്പിന്റെ, അതായത് ടോപ്പ് ലാമ്പിന്റെ മുകളിലായിട്ടാണ് വരുന്നത്, സൈഡിലായിട്ടാണ് വരുന്നത്. സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. ബ്രെസ എന്നുള്ള രീതിയിൽ സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു ക്രോം ഫിനിഷിലുള്ള ഒരു എഴുത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴെയായിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഇതിന്റെ റിവേഴ്സ് ക്യാമറ വരുന്നത്, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരുന്നത്. റിവേഴ്സ് സെൻസേഴ്സ് 4 എണ്ണമാണ് ഈ വരുന്നത്. താഴത്തെ ഈ ഒരു ബമ്പറിൽ വരുന്നത്. ബമ്പർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് ആയിട്ടുള്ള ഒരു ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും സിൽവർ ഫിനിഷിലാണ് നമ്മുടെ ഈ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടെയിൽ ലാമ്പിലേക്ക് വരുമ്പോൾ ശരിക്കും ട്രങ്കിൽ നിന്ന് തുടങ്ങി സൈഡിലേക്ക് പോകുന്ന രീതിയിലാണ് അതിന്റെ ഒരു ടെയിൽ ലാമ്പിന്റെ സെറ്റപ്പ് വരുന്നത്. അതിൽ നമ്മുടെ സ്റ്റോപ്പ് ലാമ്പും അതുപോലെ തന്നെ പാർക്കും ഒക്കെ ഫുള്ളി LED ഒരു സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത് വെഹിക്കിളിനകത്ത്. താഴേക്ക് വരുമ്പോൾ ഇവിടെയാണ് ആ ഇൻഡിക്കേറ്ററിന്റെ ലാമ്പ് വരുന്നത്. അത് നോർമൽ ഹാലജൻ തന്നെയാണ്. ഇവിടെയാണ് വാഹനത്തിന്റെ റിവേഴ്സ് ലൈറ്റ് വരുന്നത്. പിന്നെ താഴെ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മുടെ റിഫ്ലക്ടേഴ്സ് ഇൻബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വെഹിക്കിൾ സ്മാർട്ട് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിന് ഇലക്ട്രോണിക് ടെയിൽഗേറ്റാണ് വരുന്നത്. അത് ഈ ഭാഗത്താണ് അതിന്റെ സ്വിച്ച് വരുന്നത്. അത്യാവശ്യം വലിയൊരു ബൂട്ട് ഏരിയ തന്നെയാണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. 328 ലിറ്ററിന്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വെഹിക്കിളിനകത്ത് വരുന്നത്. അതിനൊരു മേളിലായിട്ട് ഒരു പാർസൽ ട്രേ വരുന്നുണ്ട്. അത് ഇവിടെ ഹാങ്ങിങ് ടൈപ്പാണ്. നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇളക്കിയിടാം. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ആ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ 60/40 ആയിട്ട് ഫോൾഡബിൾ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഇതിന്റെ സ്റ്റീൽ ടയർ ആയിട്ടുള്ള നോർമലി ഉള്ള ഒരു സ്പെയർ ആണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. അതും സെയിം സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു സൈഡ് പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡിക്കിക്കുള്ള ലാമ്പും വരുന്നുണ്ട്.
ഇനി നമുക്ക് വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് കടക്കാം. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു തീമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ ഡാഷ്ബോർഡ് വരുന്ന ഒരു നോർമലി ഉള്ള ഒരു ഡാഷ്ബോർഡാണ്. അത്യാവശ്യം വലുതെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു നോർമലി ഉള്ള ഒരു ഡാഷ്ബോർഡാണ്. അതിന്റെ ടോപ്പിൽ ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ചെറിയ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ കവർ ചെയ്ത് സെൻട്രലിൽ കൂടെ താഴേക്ക് വരുന്ന ആ ഒരു ഫിനിഷ്, ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് അതെനിക്ക് പേഴ്സണലി നൽകുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് താഴേക്ക് വരുമ്പോൾ ബ്രൗണിൽ ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ ഇവിടെ കാണുന്നത് ഗ്ലോ ബോക്സ് ആണ്. അത് കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. ബ്രസയുടെ സീറ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബോൾസ്റ്റർ സപ്പോർട്ട് ഉള്ള സീറ്റ് തന്നെയാണ് ആ ഒരു വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. വളരെ വലിയ ഒരു ഹെഡ് റെസ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് പണ്ട് തൊട്ടേ നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു രീതിയിലാണ് ആ ഒരു ഹെഡ് റെസ്റ്റിന്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് വരുന്നത്. പിന്നെ ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ബ്രൗൺ സ്ട്രിപ്സോട് കൂടിയ ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മുടെ ആ ഒരു ബ്രസയുടെ സീറ്റ്സ് വരുന്നത്. അത് ഒരു ലെതർ ഒന്നുമല്ല, ഒരു ഫാബ്രിക് ഇൻസൈഡിലാണ്, ഫാബ്രിക്കിന്റെ ഒരു ഫിനിഷിലാണ് ആ ഒരു സീറ്റ് വരുന്നത്. നല്ല ഗ്രിപ്പി ആയിട്ടുള്ള ഒരു സീറ്റാണ് കൊടുക്കുന്നത്. അത്യാവശ്യം ടൈ സപ്പോർട്ടോട് കൂടിയ നല്ലൊരു സീറ്റ് തന്നെയാണ് ബ്രസയ്ക്ക് വരുന്നത്. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിനെ ഓർമ്മിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഡോർ പാഡിന്റെ ഡിസൈനും വരുന്നത്. ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഫിനിഷ്, അതിന് താഴെയായിട്ട് ചെറിയ ഒരു സിൽവർ, അതായത് ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിൽ വരുന്ന ഒരു ഡിസൈൻ. ആ ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിന്റെ ഇടയിലായിട്ടാണ് നമ്മുടെ ആ ഒരു ആംബിയൻ ലൈറ്റിങ്ങിന്റെ ആ ഒരു സെറ്റപ്പ് വരുന്നത്. അതിന് താഴെയായിട്ട് ഫാബ്രിക് ഇൻസേർട്ടിലാണ് ആ ഒരു ബ്രൗൺ ഫിനിഷ് വരുന്നത്. അതിന് താഴെയായിട്ട് ശരിക്കും പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിലാണ് ആ ഒരു നമ്മുടെ പവർ വിൻഡോയുടെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് വരുമ്പോൾ ഒരു 1 ലിറ്റർ 1.5 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഡോർ പാഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡോർ പാഡിലാണ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ സ്പീക്കേഴ്സ് വരുന്നത്. ആ സ്പീക്കേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. മേളിലായിട്ടാണ് അതിന്റെ ട്യൂട്ടേഴ്സ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇൻഫോർടൈൻമെന്റിലേക്ക് വരുമ്പോൾ ഒരു 9 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് ഈ ഒരു വെഹിക്കിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ടോപ്പ് ആൻഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ അത് ആർക്കമീസിന്റെ ഒരു സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്നുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് ഈ ഒരു വെഹിക്കിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ സുസുക്കി കണക്ട്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറയുടെ ഫീച്ചറും ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത് വരുന്നുണ്ട്. ഈ കാണുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇൻസേർട്ടിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ആ ഒരു ഡിസൈനിങ്ങും അതൊരു ഫ്ലോട്ടിംഗ് ടൈപ്പിലായിരിക്കുന്നത്, അതിന്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് നല്ല രസമായിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. താഴേക്ക് വരുമ്പോൾ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെൻട്രലായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഹസാർഡ് ലൈറ്റിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വരുമ്പോഴത്തേക്കും ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളിന്റെ AC സ്വിച്ചസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതൊരു ജോയ്സ്റ്റിക് എന്നുള്ള രീതിയിലാണ് അതിന്റെ ആ ഒരു ബ്ലോവറിന്റെ കൺട്രോളും അതുപോലെ തന്നെ ടെമ്പറേച്ചറിന്റെ കൺട്രോളും കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് AC കൺട്രോൾ ചെയ്യാനുള്ള ഫിസിക്കൽ സ്വിച്ചസ് വരുന്നുണ്ട്. ഈ വെഹിക്കിളിനകത്ത് വെന്റിലേറ്റഡ് സീറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. താഴേക്ക് വരുമ്പോൾ 12 വോൾട്ടിന്റെ ഒരു ചാർജിംഗ് സോക്കറ്റ് കാണുന്നുണ്ട്. അതിനിപ്പുറത്തായിട്ട് നമ്മുടെ USB-യുടെ ഒരു ചാർജിംഗ് സോക്കറ്റ് കാണുന്നുണ്ട്. അതിന് താഴേക്ക് വരുമ്പോൾ വയർലെസിന്റെ ഒരു ചാർജിംഗ് പാഡാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡാഷ്ബോർഡിന് താഴെയും അതുപോലെ തന്നെ ഡോർ ഇൻസേർട്സിലും ഒക്കെ വരുന്ന ഒരു ലൈറ്റാണ്. അത് രാത്രിയിൽ കാണാൻ അത്യാവശ്യം നല്ല മനോഹരം തന്നെയാണ് കാണാനായിട്ട്. ഇവിടെയായിട്ട് ചാർജിങ്, നമ്മുടെ വയർലെസ് ചാർജിന്റെ ആ ഒരു ഇൻഡിക്കേഷനാണ് ഇവിടെ കാണുന്നത്. അതിന് താഴേക്ക് വരുമ്പോൾ ഇതിന് വരുന്നത് ഒരു 5 സ്പീഡിന്റെ ഒരു മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. അത് ഒരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു ഗിയർ നോബാണ് ഈ ഒരു വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് ഇവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് കാണാം. അത് നമുക്ക് കീയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സൂക്ഷിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ മാരുതി സുസുക്കി ബ്രസയുടെ ഒരു കീ ഫോബ് വരുന്നത്. വളരെ വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു കീ ഫോബാണ് ഈ ഒരു വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് ബ്രേക്കിന്റെ ഒരു നോർമൽ ഹാൻഡ് ബ്രേക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിന് ഓട്ടോ ഹാൻഡ് ബ്രേക്ക്, ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്ക് ഒന്നും വരുന്നില്ല. ഇവിടെയായിട്ട് ചെറിയൊരു കപ്പ് ഹോൾഡറിന്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് അത്യാവശ്യം ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസും കൊടുത്തിട്ടുണ്ട്. ബ്രസയുടെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് ബോട്ടംഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഒരു 3 സ്പോക്ക് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ആ ഒരു സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നത്. അതിലൊരു സിൽവർ ഫിനിഷ് കൊടുത്ത ആ ഒരു ഫ്ലാറ്റ് ബോട്ടം വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വെഹിക്കിൾ ടോപ്പ് ആൻഡ് മോഡൽ ആയതുകൊണ്ട് ഇതിൽ ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിൽ സുസുക്കിയുടെ ഒരു വലിയൊരു ക്രോം ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു കൺട്രോൾസ് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് കൺട്രോൾസ് ആണ്. ഈ കാണുന്ന കൺട്രോൾസ് നമ്മുടെ ക്രൂസ് കൺട്രോൾ ആണ്. അത് ZXi+1 വേരിയന്റിലാണ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ബ്ലൂടൂത്തിന്റെ കണക്ടിവിറ്റീസ് ഒക്കെ വരുന്നത്. ഈ വെഹിക്കിളിന് ടോപ്പ് ആൻഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ 6 എയർ ബാഗാണ് വരുന്നത്. ഇതിന്റെ തൊട്ട് മുകളിലുള്ള വേരിയന്റിന്, അതായത് തൊട്ട് ZXi എന്ന് പറഞ്ഞ വേരിയന്റിന്, അതിന് 2 എയർ ബാഗാണ് വരുന്നത്. സ്റ്റിയറിംഗിന്റെ പുറകിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വൈപ്പേഴ്സിന്റെ കൺട്രോൾസ് ആണ് ഇവിടെ വരുന്നത്. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് ഇൻഡിക്കേറ്ററിന്റെയും അതുപോലെ തന്നെ ഹെഡ് ലാമ്പിന്റെയും കൺട്രോൾസ് ആണ് വരുന്നത്. ഈ വാഹനത്തിന് ഓട്ടോ വൈപ്പറും ഓട്ടോ ഹെഡ് ലാമ്പും ഒക്കെ വരുന്നൊരു മോഡലാണ്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് പോകുമ്പോൾ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ രീതിയിലാണ് ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ വലിയൊരു ഡയലിലാണ് ടാക്കോമീറ്റർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിലോമീറ്ററിന്റെ ആ ഒരു ഡയലും അത്യാവശ്യം വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിലോമീറ്റർ ഡയലിന്റെ താഴെയായിട്ടാണ് നമ്മുടെ ഫ്യൂൽ ഗേജ് വരുന്നത്. അതുപോലെ ടാക്കോമീറ്റർ ഡയലിന്റെ താഴെയായിട്ടാണ് നമ്മുടെ ഈ ടെമ്പറേച്ചറിന്റെ ഗേജ് വരുന്നത്. ഇതിന്റെ സെൻട്രലൈസ്ഡ് വരുന്ന ആ ഒരു TFT കളർ ഡിസ്പ്ലേ വരുന്നത്. അതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഗ്രാഫിക്കലി ആയിട്ടാണ് അത് കാണിക്കുന്നത്. അതായത് വാഹനത്തിന്റെ ഡോർ തുറക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഇടുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം,
വണ്ടിയുടെ പുറത്തുള്ള ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട്. അതിൽ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ഡിസ്റ്റൻസ് ടു എം ടി, പിന്നെ അതുപോലെ തന്നെ ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, അതായത് ട്രിപ്പ് മീറ്റർ രണ്ടെണ്ണം വരുന്നത്, ട്രിപ്പ് എ ആൻഡ് ട്രിപ്പ് ബി, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് നമുക്ക് ആ സെൻട്രലൈസ്ഡ് ആയിട്ട് വരുന്ന ആ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത്. അതിൻ്റെ കൺട്രോൾ നോബ്സ് ആ രണ്ട് സൈഡിലായിട്ട് കാണുന്ന ഈ നോബ്സ് ആണ്. ഇനി ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, HUD ഡിസ്പ്ലേ കൂടെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഈ വാഹനത്തിന്റെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നത്. താഴേക്ക് വരുമ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ സ്വിച്ച് വരുന്നത്. ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ സ്വിച്ച് ആയി കാണുന്നത് ഈ കാണുന്ന നമ്മുടെ ഇൻസ്ട്രുമെന്റ് പാനലിന്റെ ലൈറ്റ് കുറയ്ക്കാനും കൂട്ടാനുള്ള സ്വിച്ചാണ്. ഇത് 360 ഡിഗ്രി ക്യാമറയുടെ സ്വിച്ചാണ്. ഇത് ട്രാക്ഷൻ കൺട്രോൾ ഓഫിന്റെ. ഇത് ഹെഡ്ലൈറ്റ് ആൻഡ് അഡ്ജസ്റ്റർ ആണ്. താഴെയായിട്ടാണ് നമ്മുടെ ബോണറ്റും അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ് ഓപ്പൺ ചെയ്യാനുള്ള ലിഡിന്റെ ഓപ്പണർ വരുന്നത്. ബ്രസയുടെ റിയർ വ്യൂ മിറർ വരുന്നത് ഒരു ഓട്ടോ ഡിമിംഗ് ആയിട്ടുള്ള റിയർ വ്യൂ മിററാണ് കാണുന്നത്. അതിന്റെ മേളിലേക്ക് വരുമ്പോൾ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. നോർമലി ഉള്ള ഒരു 2 വാം ആയിട്ടുള്ള ഒരു ഇന്റീരിയർ റൂം ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ബാക്കിലായിട്ടും ഒരു റൂം ലാമ്പ് സെറ്റപ്പ് വരുന്നുണ്ട്. അത് ഇത്രയും വലിയൊരു വെഹിക്കിൾ ആയതുകൊണ്ട് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വാനിറ്റി മിറർ വരുന്നത് പാസഞ്ചർ സൈഡ് മാത്രമേ വരുന്നത്. വണ്ടി പുതിയതാട്ടോ, അതുകൊണ്ട് കവറൊന്നും പൊളിച്ചിട്ടില്ല. പിന്നെ വാനിറ്റി മിറർ, പാസഞ്ചർ സൈഡ് വരുന്ന വാനിറ്റി മിററിന് പ്രത്യേക ഒരു ലൈറ്റ് അവിടെയും കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ വാഹനത്തിന് നമുക്ക് സൺറൂഫ് ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. അത് വളരെ വലിയ രീതിയിലുള്ള ഒരു സൺറൂഫാണ് വരുന്നത്. നല്ല രീതിയിലുള്ള ഒരു കവറേജ് വരുന്ന ഒരു സൺറൂഫ് തന്നെയാണ് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനിലാണ് ആ ഒരു സൺറൂഫിന്റെ സെറ്റപ്പ് വരുന്നത്. പിന്നെ അതിന്റെ പാഡ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരത്തില്ല, നമ്മൾ വലിച്ചിടേണ്ടി വരും. ബാക്കിലത്തെ വിശേഷം ബാക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു ലെഗ് റൂം ഏരിയ തന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട് കേട്ടോ. കാര്യം ഈ ഫ്രണ്ടിലത്തെ സീറ്റ് ഇപ്പം ഞാൻ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. ഇരുന്നാൽ പോലും ഈ ഒരു എൻ്റെ ഹൈറ്റ് വരുന്നത് 172 ആണ്. ആ ഒരു ഹൈറ്റിന് എനിക്ക് ഈ ഒരു സ്പേസിൽ നിന്ന് എനിക്ക് ഇനിയും ബാക്കി കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് റൂം നോക്കിയാലും ബ്രസയ്ക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഇങ്ങനെ അഡീഷണൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം ടോളർ ആയിട്ടുള്ള ഒരാളിന് ഇരിക്കുവാണെങ്കിലും ഹെഡ് തട്ടാത്ത രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. കാര്യം ശ്രദ്ധിക്കണം, ഈ വെഹിക്കിളിന് നമുക്ക് സൺറൂഫ് വരുന്നൊരു വെഹിക്കിളാണ്. ഇരുന്നാൽ പോലും ആ ഒരു രീതിയിലൊരു അഡ്ജസ്റ്റ്മെന്റ് അത് കൊടുത്തിരിക്കുന്നത് അതൊരു നല്ലൊരു ആഡ് ഓൺ ഫീച്ചർ ആയിട്ട് തന്നെ പറയാം. പിന്നെ ബാക്കിലായിട്ടാണ് നമ്മുടെ റൂം ലാമ്പ്, ബാക്കിലത്തെ ഒരു റൂം ലാമ്പ് വരുന്നത്. അത് ഇത്രയും വലിയൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ റൂം ലാമ്പ് 2 കൊടുത്തിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ സീറ്റിലേക്ക് വരുമ്പോൾ സീറ്റ് ഒരു ആവറേജ് തൈ സപ്പോർട്ട് ഉള്ള ഒരു സീറ്റ് എന്നേ പറയാനൊക്കത്തുള്ളൂ. വളരെയധികം തൈ സപ്പോർട്ട് കിട്ടുന്നില്ല, ഇരുന്നാലും കുഴപ്പമില്ല. ലംബർ സപ്പോർട്ടും ആവറേജ് തന്നെയാണ് വരുന്നത്. പിന്നെ ഹെഡ് റെസ്റ്റ് വരുന്ന അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. ഹെഡ് റെസ്റ്റ് ബ്ലാക്ക് വരുന്ന ഒരു ഫാബ്രിക് ഇൻസെർട്ട്, ബ്ലാക്ക് ആൻഡ് ബ്രൗൺ, ചെറിയൊരു ബ്രൗൺ ഫിനിഷിൽ വരുന്ന ഒരു ഫാബ്രിക് ഇൻസെർട്ട് ആണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. പിന്നെ സെൻട്രലായിട്ട് വരുമ്പോഴത്തേക്കും ഒരല്പം പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് സെൻട്രൽ ടണിൽ വരുന്നത്. പിന്നെ ബാക്കിലേക്കുള്ള പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്കായിട്ട് 2 ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ടൈപ്പ് സിയും പിന്നെ ഒന്ന് നോർമൽ USB ആണ്. പിന്നെ ഈ സീറ്റിന്റെ പുറകിലായിട്ട് ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കോട്ട് ഹൂക്ക് ക്ലിപ്പാണ് വരുന്നത്. ഡ്രൈവർ സീറ്റ് വരുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഡ്രൈവർ സീറ്റ് പറഞ്ഞത് ഞാൻ നേരത്തെ ഫ്രണ്ടിൽ നിന്ന് പറയാൻ വിട്ടുപോയതാണ്. അതൊരു മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ആ ഒരു സീറ്റിന് വരുന്നത്. ഇനി ബാക്കിലത്തെ ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു അതേ ഡിസൈൻ ലാംഗ്വേജിലാണ് ആ ബാക്കിലത്തെ ഡോറും വരുന്നത്. അതിലും ഈ പറഞ്ഞൊരു ബ്രൗൺ രീതിയിലാണ് ആ ഫാബ്രിക് ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഒരു 1 ലിറ്റർ 1.5 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ വയ്ക്കാനുള്ള സ്പേസും ഉണ്ട്. ഡോർ പാഡിൽ തന്നെയാണ് ആ ഒരു സ്പീക്കർ വരുന്നത്. പിന്നെ ബാക്കിലും ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സിൽവർ ഫിനിഷിന്റെ ഇടയിലായിട്ട് ആ ഒരു ആംബിയൻ ലൈറ്റിങ്ങിന്റെ ഒരു സെറ്റപ്പും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിന്റെ ഡ്രൈവബിലിറ്റിയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ബ്രസയുടെ വീഡിയോയുടെ ആ ഒരു ഡ്രൈവബിലിറ്റി എടുക്കുന്നതിൽ ഒരല്പം നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രസയുടെ ഡ്രൈവബിലിറ്റിയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവ് തന്നെയാണ് നമുക്ക് ആ ബ്രസയുടെ ഡ്രൈവിങ്ങിൽ കിട്ടുന്നത്. കാര്യം ആ ഒരു കംഫർട്ട് ലെവല് നല്ല രീതിയിൽ, അതായത് സൗണ്ടിന്റെ ആ ഒരു ഇൻസുലേഷന്റെ കാര്യത്തിലാണെങ്കിലും സസ്പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റിയറിംഗിന്റെ ഫീഡ്ബാക്ക് ആണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ബ്രസയിൽ നല്ല രീതിയിലുള്ള ആ ഒരു ഡ്രൈവിംഗ് ആണ് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാഹനത്തിന്റെ ടേണിംഗ് റേഡിയസ് വരുന്നത് 5.2 മീറ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിറ്റിക്കകത്തുള്ള ഡ്രൈവിംഗിൽ ഒരു ചെറിയ സ്പേസിലേക്ക് ഇട്ട് ഒറ്റ സ്ട്രെച്ചിൽ തിരിക്കുക എന്നുള്ളത് ഒരു അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇരുന്നാൽ പോലും ആ സ്റ്റിയറിംഗിന്റെ ഫീഡ്ബാക്ക് എത്രയും സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു
ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ആ ഒരു സിറ്റി റൈഡിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നല്ലൊരു കോൺഫിഡൻസ് ആണ് ശരിക്കും നമ്മുടെ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ നമുക്ക് ആ വണ്ടി ഓടിക്കുന്നതിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കത്തില്ല, സിറ്റിക്കകത്തേക്ക് പോകുമ്പോഴത്തേക്കും വലിയ വണ്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, ചെറിയ നാരോ സ്പേസിലൂടെ വണ്ടി പോകത്തില്ല, ഇച്ചിരി പാടായിരിക്കും, നമുക്കൊരു കോൺഫിഡൻസ് അങ്ങനെയുള്ള ആ ഒരു ചിന്തയും നമുക്ക് ബ്രസ ഓടിക്കുമ്പോൾ നമുക്ക് തോന്നത്തില്ല കേട്ടോ. പിന്നെ ഈ വാഹനത്തിന് ഈ കാണുന്ന ആ ഒരു ചെറിയ ഡിസ്പ്ലേ കണ്ടായിരുന്നോ, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ? അപ്പോൾ അത് വരുന്ന HUD ഡിസ്പ്ലേ ആണ്, അതിന്റെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ആ ഡിസ്പ്ലേയിൽ ടാക്കോമീറ്റർ, സ്പീഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ കാണിക്കുന്നത്. നമുക്ക് മീറ്ററിൽ നോക്കാതെ തന്നെ അതിൽ ആ ഒരു ഡിസ്പ്ലേ ഇൻഫർമേഷൻസ് കിട്ടുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ സസ്പെൻഷനിലേക്ക് വരുമ്പോഴത്തേക്ക് സസ്പെൻഷൻ നമുക്കൊരു സ്റ്റിഫ് എന്ന് പറയാൻ ഒക്കത്തില്ല, സോഫ്റ്റും അല്ല ഹാർഡും അല്ല എന്നുള്ള ഒരു മീഡിയം ആ ഒരു ലെവലിലാണ് ആ ഒരു സസ്പെൻഷൻ വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ വരുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മെക്ഫേഴ്സൺ സ്റ്റഡിന്റെ സസ്പെൻഷനാണ് വരുന്നത്. റിയറിൽ വരുന്നത് ടോർഷൻ ബീം ആൻഡ് കോയിൽ സ്പ്രിംഗിന്റെ ഒരു ലിങ്ക്ഡ് സസ്പെൻഷൻ ആണ് വരുന്നത്. ഈ വാഹനത്തിന് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും അതുപോലെ തന്നെ ബാക്ക് ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ABS, CBD, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ESP, പിന്നെ 2 and 6 എയർ ബാഗ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ സേഫ്റ്റി ഫീച്ചറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, വാഹനത്തിന്റെ ആ ഒരു കളർ തീം വരുന്നത് ഒരു ചെറിയ ഡാർക്ക് ആയിട്ടുള്ള കളർ തീമാണ് വരുന്നത്. ബട്ട് ഇരുന്നപ്പോൾ നമുക്കൊരു ക്രാംഡ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് അകത്ത് ഇന്റീരിയർ തോന്നുന്നില്ല. ഒരല്പം എയറി ആയിട്ടുള്ള ഒരു ഫീൽ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. കാര്യം ആ വിൻഡോ ലൈനിന്റെ ആ ഒരു ഇതാണെന്ന് തോന്നുന്നു. കാര്യം വിൻഡോ ലൈനൊക്കെ ഒരല്പം താഴ്ന്നിരിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു എയറി ആയിട്ടുള്ള ഒരു ഫീൽ തന്നെ നമുക്ക് ക്യാബിനകത്ത് കിട്ടുന്നുണ്ട്. തീരെ ഒരു ക്രാംഡ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, ഈ വാഹനത്തിന്റെ ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് കൂടെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിൽ വരുന്നത് നല്ലൊരു രസകരമായിട്ടുള്ളൊരു ടോർക്ക് കൺവേർട്ട് സിസ്റ്റം വരുന്ന ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. അതൊരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആകുമ്പോൾ അതിൽ നമുക്ക് പാനൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പാനൽ ഷിഫ്റ്റേഴ്സ് വരുമ്പോൾ ഒരല്പം കൂടി എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഡ്രൈവിന് നമുക്കതൊരു നല്ല രസകരമായിട്ട് നമുക്കത് ഓടിക്കാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, ഈ വെഹിക്കിളിന് വരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഒരു പവർ ഡെലിവറി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതൊരു ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി ആണ് നമുക്ക് തോന്നുന്നത്. കാര്യം ഒരു സഡൻ ഒരു പിക്കപ്പ് അല്ലെങ്കിൽ സഡൻ ആയിട്ട് എടുത്ത് ചാടി പോകുന്ന അങ്ങനെ ഒരു ആ ഒരു ഫീൽ നമുക്ക് തോന്നുന്നില്ല. നല്ലൊരു ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കംഫർട്ടബിൾ റൈഡ്, ആ ഒരു ലീനിയർ പവർ ഡെലിവറി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു കംഫർട്ടബിൾ റൈഡ് നമുക്കത് തോന്നുന്നുണ്ട്. ഈ വാഹനത്തിന് സർവീസ് ഇന്റർവൽ വരുന്നത് 10,000 അല്ലെങ്കിൽ ഒരു വർഷമാണ് അതിന്റെ സർവീസ് ഇന്റർവൽ വരുന്നത്. ഒരു 3 മുതൽ 6,000 വരെയാണ് സർവീസിന്റെ കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഒരല്പം നൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഹെഡ്ലൈറ്റിന്റെ വിസിബിലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി തന്നെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് വരുന്നത്. അതിലൊരു LED ആണ്, LED ഹെഡ് ലാമ്പ് സെറ്റപ്പാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി തന്നെ നമുക്ക് ആ ഒരു വെഹിക്കിളിന് കിട്ടുന്നുണ്ട്. നൈറ്റിലൊക്കെ ഈ പറഞ്ഞ പോലെ അതിന്റെ ആ ഒരു അകത്ത് വരുന്ന ആ ഒരു ആംബിയൻ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ആ ഒരു വാം ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ നല്ല രസകരമായിട്ടുണ്ട് കേട്ടോ. ബ്രസയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 9,93,000 രൂപ മുതൽ 17,15,000 രൂപ വരെ വരുന്ന ഒരു ഓൺ റോഡ് പ്രൈസ് ആണ് ബ്രസയ്ക്ക് വരുന്ന പ്രൈസ് വരുന്നത്. അതിലൊരു 13 ലക്ഷം രൂപ മുതലാണ് ഓട്ടോമാറ്റിക് എന്നുള്ള ഒരു വേരിയന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് വേരിയന്റ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, ഫുള്ളി ഹൈബ്രിഡ് സിസ്റ്റം ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പാനൽ ഷിഫ്റ്റേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിനകത്ത് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൂർത്തിയായേനെ എന്നൊരു സജഷൻ കൂടെ എനിക്കുണ്ട്. കാര്യം അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഒരു എന്താ പറയുക, ഒരു രസം ഉണ്ടായിരുന്നേനെ. പിന്നെ ഞാൻ സ്ഥിരം നോക്കുന്ന പോലെ പെർഫോമൻസ് ഡ്രൈവ് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യുന്നില്ല, കാരണം കൊണ്ടല്ല, പുതിയ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെർഫോമൻസ് ഡ്രൈവ് ഞാൻ നോക്കുന്നില്ല. ബ്രസയ്ക്ക് മൊത്തം 10 കളേഴ്സാണ് വരുന്നത്. ഒന്ന് വൈറ്റ്, പിന്നെ ഒന്ന് ബ്ലാക്ക്, പിന്നെ ഗ്രേ, പിന്നെ സിൽവർ, പിന്നെ അതുപോലെ തന്നെ ബ്ലൂ, പിന്നെ ഒരു കാക്കി, പിന്നെ അതുപോലെ തന്നെ റെഡ്. അങ്ങനെ 7 നോർമൽ കളേഴ്സും പിന്നെ അതുപോലെ അഡീഷണൽ വരുന്ന 3 കളേഴ്സ് എന്നത് ഡ്യുവൽ ടോൺ ആണ്. ഡ്യുവൽ ടോണിൽ വരുന്നത് റെഡ് വിത്ത് ബ്ലാക്ക്, പിന്നെ കാക്കി വിത്ത് വൈറ്റ്, പിന്നെ സിൽവർ വിത്ത് ബ്ലാക്ക്. എന്തുകൊണ്ടാണ് ബ്രസ വൈറ്റ് വിത്ത് ബ്ലാക്ക് കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അതും കൂടി വേണമായിരുന്നു എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഡ്യുവൽ ടോണിന്. ബ്രസയുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്ന ഹുണ്ടായി വെന്യൂ, കിയ സോണറ്റ്, അതുപോലെ തന്നെ ടാറ്റ നെക്സോൺ, ഇങ്ങനെയുള്ള വെഹിക്കിൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബ്രസയിൽ ഇല്ല എന്ന് പറയാനുള്ളത് ഒരു ടർബോ ചാർജറായിട്ട് വരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ്. ഒരു എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ഒരു പെർഫോമർ ആയിട്ടുള്ള റൈഡറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറവ് തന്നെയാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അതേസമയം നമ്മൾ എക്കണോമിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന കോമ്പറ്റീറ്റേഴ്സായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബ്രസയ്ക്ക് തന്നെയാണ് ഏറ്റവും അതിൽ മുൻഗണന വരുന്നത്. കാര്യം മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി ആണെങ്കിൽ പോലും ബ്രസയ്ക്ക് ആ ഒരു ടെക്നോളജി വരുന്നത് കൊണ്ട്, അതും നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനിൽ വരുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മൈലേജ് നമുക്ക് ആ ഒരു വെഹിക്കിളിനകത്ത് കിട്ടുന്നുണ്ട്. അത് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. ഓട്ടോമാറ്റിക് അല്ലാത്ത നോർമലി ഉള്ള ബേസ് വേരിയന്റിലേക്കുള്ള വെഹിക്കിൾസിനായിട്ട് കൊടുത്തിട്ടില്ല, ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തുണ്ട്. ഇന്ന് നമുക്ക് ഈ വെഹിക്കിൾ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് ചാക്കയിലുള്ള സൗത്ത് പാർക്ക് മോട്ടോഴ്സ് ആണ്. അപ്പോൾ അവരോടുള്ള നന്ദി ഞാൻ ഈ സമയം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഹനം വാങ്ങുവാനും അതുപോലെ ട്രൂ വാല്യൂവിൻ്റെ, അതായത് സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങുവാനും വിൽക്കുവാനും അതുപോലെ തന്നെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഷോറൂമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ചാനലിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ
ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്